തൃശൂർ അതിരപ്പള്ളി മേഖലയിലെ ശക്തമായ മഴയിൽ നിറഞ്ഞൊഴുകുകയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. ചാർപ്പ, വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. ലിഷോയ് വിവരങ്ങളുമായി. ലിഷോയ്, കേരളത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്ന് അതാണല്ലോ അതിരപ്പള്ളി. നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നു. ഇപ്പോഴാണോ ഏറ്റവും വലിയ സൗന്ദര്യം? അപകടകരമായ സ്ഥിതിയുണ്ടോ? സഞ്ചാരികൾക്ക് വിലക്കുണ്ടോ? നിലവിൽ വിലക്കില്ല. അതായത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തെ കാണുന്നതിനും മറ്റുമായി നിരവധി സഞ്ചാരികൾ ഓരോ ദിവസവും എത്തുന്നു. ഇന്നിപ്പോൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങുന്നതിന് മാത്രമാണ് നിലവിൽ വിലക്കുള്ളത്. ആ ഭാഗത്ത് മാത്രം സഞ്ചാരികൾക്ക് വിലക്കുണ്ട്. പക്ഷേ ഈ വെള്ളച്ചാട്ടം നിറഞ്ഞൊഴുകുന്ന ഒരു കാഴ്ച എല്ലാ മഴക്കാലത്തും ഉണ്ടാകാറുള്ളതാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ എല്ലാ സമയങ്ങളിലും ചാർപ്പ, വാഴച്ചാൽ, അതിരപ്പള്ളി വെള്ളച്ചാട്ടങ്ങൾ നിറഞ്ഞു കവിഞ്ഞൊഴുകാറുണ്ട്. സാധാരണഗതിയിൽ 3 വെള്ളച്ചാട്ടങ്ങളാണ്, 3 രീതിക്കാണ്, 3 കുത്തുകളായാണ് അതിരപ്പള്ളിയിൽ വെള്ളച്ചാട്ടം ഉണ്ടാകാറുള്ളത്. അത് ശക്തമായ മഴ പെയ്യുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് ഒരു ഒറ്റ വെള്ളച്ചാട്ടമായി താഴേക്ക് പതിക്കുന്നു, ചാലക്കുടി പുഴയിലേക്ക് പതിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ കാഴ്ച. ആ ദൃശ്യഭംഗി ആസ്വദിക്കാനുമായി നിരവധി ആളുകൾ ഓരോ ദിവസവും ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഇന്നലെ ഇത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ശക്തമായ മഴ പ്രദേശത്ത് പെയ്യുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ വലിയ രീതിക്ക് ഈ വെള്ളച്ചാട്ടത്തിൽ, അതായത് ഈ ചാലക്കുടി പുഴയിൽ നീരൊഴുക്ക് വർദ്ധിക്കുകയും വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു മനോഹാരിത അത് ഏറ്റവും നല്ല രീതിക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ മലക്കപ്പാറ മേഖലയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. മലക്കപ്പാറം, അതുപോലെ വനമേഖലയിലും വാഴച്ചാൽ വനമേഖലയിലും എല്ലാം തന്നെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വെള്ളമെല്ലാം തന്നെ അതിരപ്പള്ളിയിലേക്ക് എത്തുമ്പോൾ ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഭംഗി അത് വളരെയേറെ വർദ്ധിച്ച് അങ്ങ് ഒഴുകുകയാണ് ഉണ്ടാകുന്നത്. എന്തായാലും നിലവിൽ ഈ മേഖലയിൽ മറ്റ് നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയില്ല. റെഡ് അലർട്ട് ഉള്ള ദിവസങ്ങളിൽ മാത്രമാണ്, പ്രത്യേകിച്ചും ഈ മഴ കനക്കുന്ന സമയങ്ങളിൽ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തുന്ന ഈ നിയന്ത്രണങ്ങൾ അത് മാത്രമാണ് നിലവിൽ ബാധകമായിട്ടുള്ളത്. ഇതുവരേക്കും അങ്ങനെ മറ്റ് നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. അപകടകരമായ സാഹചര്യമുണ്ടോ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കാര്യം ഈ പോകുന്ന പാതയും അത്ര വലിയ പാതയല്ല. അതിനുശേഷം വാഴച്ചാലിന്റെ മുകളിൽ ഈ റിസർവ് വനത്തിനുള്ളിലും നിരവധി ആദിവാസി സെറ്റിൽമെന്റ് ഉൾപ്പെടെയുണ്ട്. നിരവധി ആളുകൾ അവിടെയും ഉണ്ടല്ലോ. ആ മേഖലയിലൊക്കെ എങ്ങനെയാണ്? ഒറ്റപ്പെട്ട സ്ഥിതിയുണ്ടോ? വന്യമൃഗങ്ങൾ പുറത്തേക്ക് വരുന്ന അവസ്ഥ ഇപ്പോഴുണ്ടോ? വന്യമൃഗശല്യം കാര്യമായി ഇപ്പോൾ ഈ മേഖലയിലില്ല. കൂടാതെ ഈ വാഴച്ചാൽ മേഖലയിലെല്ലാം തന്നെ മഴയുണ്ട് എങ്കിൽ പോലും മറ്റ് അപകടകരമായ സ്ഥിതിയില്ല. അതിരപ്പള്ളി മലക്കപ്പാറ, വാഴച്ചാൽ മലക്കപ്പാറ റോഡിൽ കഴിഞ്ഞ ദിവസം മരം വീണ് വാഹന ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇന്നലെയും മരം ഈ ചാലക്കുടി അതിരപ്പള്ളി പാതയിലും അതുപോലെ തന്നെ വാഴച്ചാൽ മലക്കപ്പാറ പാതയിലും മരം വീണ് ഈ മേഖലയിൽ ഗതാഗത തടസ്സമുണ്ടായിരുന്നു. പക്ഷെ അത് ഉടനടി തന്നെ വനം വകുപ്പും മറ്റ് ബന്ധപ്പെട്ട അധികൃതരും എല്ലാം തന്നെ വന്ന് വെട്ടിമാറ്റി ആ യാത്രയ്ക്ക് ഉള്ള തടസ്സം നീക്കുകയാണ് ചെയ്യുന്നത്. ഈ പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഷട്ടറുകൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഉച്ചയോടുകൂടി തുറന്നിട്ടുണ്ടായിരുന്നു. അതായത് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് ഈ പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നത്. പക്ഷേ ചാലക്കുടി പുഴയിൽ താരതമ്യേന ജലനിരപ്പ് വലിയ തോതിൽ വർദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും നിലവിലില്ല. തൃശൂർ അതിരപ്പള്ളി വനമേഖലയിലാകെ പെയ്ത ശക്തമായ മഴയിലാണ് നിറഞ്ഞൊഴുകുന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. 3ആയി കാണുന്ന വെള്ളച്ചാട്ടം ഇപ്പോൾ ഒന്നായി താഴേക്ക് പതിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. കേരളത്തിലെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിലൊന്നാണ് എപ്പോഴും അതിരപ്പള്ളി. ആ അതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നത്. ഒപ്പം ചാർപ്പ, വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്.